ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് പെസ് 2018 നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാം. നമ്മൾ മുമ്പൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പെസ് 2021 എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, എങ്ങനെയാണ് കളിക്കുക, എങ്ങനെയാണ് പാക്ക് ഓപ്പണിങ്. അതിലെ പാക്ക് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിരുന്നു. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് ആണ്. നമ്മൾ കളിച്ചിട്ട് തന്നെ അതിൻ്റെ GPയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് എങ്ങനെയാണ് പെസ് 2018 APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ OBB ആണ് ഇപ്പം ഞാൻ കുറച്ച് കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾ എന്തായാലും നോക്കുക. ഇപ്പോൾ പെസ് 2018 OBB ഫയലിൻ്റെ പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നേരെ കട്ട് ചെയ്ത് വന്നിട്ട് നമ്മൾ ഡിവൈസ് സ്റ്റോറേജിൽ പോയിട്ട് OBBൻ്റെ ആ സ്ലൈഡിൽ പോയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തു. ഇതെന്തിനാണ് നമ്മളിങ്ങനെ ആദ്യം പെസ് 2018 APK ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഓപ്പൺ ആക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ആ OBBയിൽ അതിന് സെപ്പറേറ്റ് ഫോൾഡർ കിടക്കാനാണ്. അത് അല്ലെങ്കിൽ അത് വരൂലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഓപ്പൺ ആക്കിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പെസ് 2018 ഓപ്പൺ ആക്കിയിട്ടുണ്ട്. UNSത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നിട്ടുണ്ട്. ഇതൊന്നും മൈൻഡ് ആക്കണം. നമ്മൾ ഈ ഫുട്ബോൾ മൊബൈലിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് കളിക്കാൻ പറ്റും. ഓക്കെ, UCLൻ്റെ ടീമാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ക്ലാസിക് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് സ്കിപ്പ്. നമുക്ക് ബേസിക് കൺട്രോൾസ് ഒന്നും വേണ്ട. നമ്മൾ പ്രോ അല്ലേ, നമ്മൾ പ്രോ ലെവലായിട്ട് കളിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് എന്തിനാണ് ഈ ബേസിക്. ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് വരുന്നത് 100K GPU ആയിട്ടാണ്. എന്നിട്ട് കമൻട്രീനെ എനിക്ക് തോന്നുന്നു വർക്കാവുന്നില്ല എന്നാണ്. അത് നമ്മൾ എന്തോ ഒരു സെപ്പറേറ്റ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ ആ ഫയലിൻ്റെ ലിങ്കും കൂടി ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇംഗ്ലീഷ് മാത്രമാണ് കേട്ടോ, എസ്പാനിയോളൊന്നുമില്ല. ഇതിൽ കുറച്ച് പ്ലെയേഴ്സ് നമുക്ക് ഓൾറെഡി ഉണ്ടാവും. വിനീഷ്യസ് മാത്രമാണ് നമുക്ക് ഇപ്പോൾ പരിചയമുള്ള പ്ലെയറെ കാണുന്നത്. പിന്നെ കോൺസെലോ ഗൈഡ്സോ അങ്ങനെ. ഇതാണ് നമ്മളെ ലെജൻസിൻ്റെ ബാക്ക്. നമ്മൾ നേരെ പോയി കറക്കുന്നില്ല, നമ്മൾ നേരെ റെഗുലറിലാണ് പോകുന്നത്. എന്നിട്ട് നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ടാർഗറ്റ്. നമുക്ക് കിട്ടുമോ നോക്കാം. ഫസ്റ്റത്തെ കറക്കൽ. ഓക്കെ, നമ്മൾ കറക്കിയിട്ടുണ്ട്. ഇതാ നമ്മൾ ടാർഗറ്റ് കിട്ടുമോ നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ കിട്ടുമെന്ന് നോക്കാം. എന്താ കിട്ടുന്നോ ഗോൾഡൻ ബോൾ. നമ്മൾക്ക് ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായാലും കുഴപ്പമില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ പവറൊന്നും ഇല്ലെങ്കിലും ചെങ്ങൈൻ്റെ ഷോട്ടിൻ്റെ പവർ സെറ്റാണ്. ഓക്കെ, അടുത്ത കറക്കിയിട്ടുണ്ട്. ആരെങ്കിലും കിട്ടുമോ നോക്കാം. നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഹിയർ വി ഗോ. സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, സ്റ്റോപ്പ് ചെയ്തു. ഇതാ നമ്മൾ ഇത് റെക്കോർഡഡ് വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, റോബർട്ട് ഫെർമീനോ. നമ്മൾ വിചാരിച്ചു ഒബാമേങ്ങിന് ചെങ്ങായും ആ സമയത്തൊക്കെ ഒരു ഫേസ് കട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിചാരിച്ചത്. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തെ കറക്കൽ. ലെറ്റ്സ് ഗോ ഗൈസ്. ആരാണ് ഗാരത്ത് ബെയിൽ. നമ്മുടെ ടാർഗറ്റ് എല്ലാം എന്തായാലും കുഴപ്പമില്ല. വി ആർ ഓക്കെ, ഹാപ്പിയാണ് നമ്മൾ ഗാരത്ത് ബെയിലിന് കിട്ടിയതിൽ. ഇനി നമുക്ക് ലെജൻഡിൻ്റെ ബാർക്ക് 2 എണ്ണം കറക്കാം. കാരണം അത് 25,000 GP ആണ്. അല്ലെങ്കിൽ മൊത്തം 4 എണ്ണം. ലെജൻസിൻ്റെ എന്തായാലും ഉറപ്പാണ് നിങ്ങൾക്കൊരു ബ്ലാക്ക് ബോൺ ഉറപ്പാണ്. കാരണം ഇതിൽ കുറേയും മുഴുവനും ബ്ലാക്ക് ബോളാണ്. ഞാൻ ചുമ്മാ ഇങ്ങനെ നിൽക്കുന്നതാണ്, ഒരു ആവശ്യമില്ലാണ്ട് നിൽക്കുന്നതാണ്. ഇതിൽ ഫസ്റ്റ് നമുക്ക് തണ്ടർ അടിച്ചിട്ടില്ല. ഓക്കെ, തണ്ടർ അടിച്ചിട്ടില്ല. ഫസ്റ്റിന് നോർമൽ ബ്ലാക്ക് ബോൾ. ലെറ്റ്സ് ഗോ. രണ്ടാമത്തെ തണ്ടർ അടിക്കുമോ നോക്കാം. രണ്ടാമത്തെ തണ്ടർ. ഹിയർ വി ഗോ. രണ്ടാമത്തെ തണ്ടർ അടിക്കുമോ നോക്കാം. ഇതാ ഗായ്സ്, തണ്ടർ അടിച്ചിരിക്കുന്നു. പൗളോ മാൾഡിനി ഫ്രീ ഏജൻറ്. ലെറ്റ്സ് ഗോ. നമ്മുടെ ടീമിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ സ്ക്വാഡിൽ കുറച്ചാളൊന്ന് ഇട്ടിട്ട് സെറ്റാക്കാം. ആദ്യം തന്നെ ഗാരത്ത് ബെയിൽ റൈറ്റ് വിങ്. ഞാനിപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കണമെന്നാണ് തീരുമാനിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൾക്ക് റൈറ്റ് വിങ് ആണ്. സോ ഗാരത്ത് ബെയിൽ ലെഫ്റ്റ് വിങ് ആകുമ്പം 91 റേറ്റിംഗ് ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ മുമ്പ് കളിച്ചൊരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നു. ഓക്കെ, മാത്യൂസ്. എന്നിട്ട് നമ്മൾ നേരെ ചെക്കൻ വന്നിരിക്കുന്നു. റോബർട്ടോ ഫെർമീനോ, നമ്മുടെ മെയിൻ സെൻറ്റർ ഫോർവേഡ്. ഗോൾഡൻ ബോളാണ്, പക്ഷേ എന്തായാലും നല്ല കളിക്കും. ഓക്കെ, ചെങ്ങനെ ലെഫ്റ്റ് വിങ് ഇട്ടപ്പം ആകത്ര റേറ്റിംഗ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗാരത്ത് ബെയിൽ മാറ്റി 91 ഇട്ടിരിക്കുന്നു. ലെറ്റ്സ് ഗോ. നമ്മുടെ ടീമൊക്കെ ഇപ്പോൾ സെറ്റായി. ഇനി ഈ സ്ക്വാഡും വെച്ചിട്ട് ഒരു മാച്ച് കളിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ആ മാച്ചൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കളിച്ച് നോക്കുക. നിങ്ങളെ എക്സ്പീരിയൻസ് ഒക്കെ കമൻറ്റ് താഴെ ഇടാം. അപ്പോൾ നിങ്ങൾ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ പെസ് 2017 ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഞാൻ ഒന്ന് ജസ്റ്റ് നോക്കിയായിരുന്നു. അപ്പോൾ പെസ് 2017 അടുത്ത് എപ്പോൾ റിലീസാവും എന്ന് പറയുന്നുണ്ട് പെസ് 2017. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ പെസ് 2017 വീഡിയോ വേണമെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇടും. നിങ്ങൾക്ക് അഥവാ എന്തായാലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ കമൻറ്റിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വീഡിയോ ഇടുന്നത്. ഓക്കെ, നമ്മൾ മാച്ചിലേക്ക് പോയിട്ടുണ്ട്. ബ്രോഷ്യ ഡോട്ട്മുണ്ട് ആണ് നമ്മുടെ ടീം. ഓക്കെ, ഹിയർ വി ഗോ. നമ്മൾ ജസ്റ്റ്
നമ്മൾ വിനീഷ്യസിനെ നമ്മൾ സെക്കൻഡ് ഹാഫിൽ മാത്രം ഗാരത്ത് ബെയിലിനെ കിക്കാന്നായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ വിനീഷ്യസിനെ മാറ്റാൻ മറന്നുപോയി. നമ്മൾ എന്നിട്ട് മുഴുവൻ മാച്ച് കളിച്ചു പോയി. ഓക്കെ, ഇനി എന്തായാലും നിങ്ങൾ ഈ മാച്ച് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് പ്രധാനം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഇതേപോലെ കുറേ കണ്ടന്റുകൾ വരുത്തിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ശരി കൂട്ടുകാരെ, ഇനിയും ഒരു പുതിയൊരു വീഡിയോവുമായി നിങ്ങളുമായി കണ്ടുമുട്ടുന്നത് വരേക്കും എല്ലാവർക്കും ബായ്. നാളത്തെ ദിവസങ്ങളും അടുത്ത് വരുന്ന ദിവസങ്ങളൊക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക. എന്നാൽ ശരി, എല്ലാവർക്കും ഒരു നമസ്കാരം, നന്ദി, ബായ്.